ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ TPS ഹൗസിലൊരു വിരുന്നുണ്ട്. അളിയനും പെങ്ങളൊക്കെ, പിന്നെ നമ്മൾ മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു എന്താ പറയുക വിരുന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവിടെ. ഹായ് അസീം ഖാൻ, മുബാറക് അളിയാ. ഇന്ന് വിരുന്നാണ്. മുത്ത് വന്നിട്ടുണ്ട്. എല്ലാരും ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കണം. ഇടയ്ക്കൊക്കെ ഒരു ഫാമിലി മീറ്റ് വെക്കണം. ഭയങ്കര സന്തോഷമാണ്. ഇത് നമ്മളെ പെങ്ങളുട്ടിയാണ്. ഇത് പെങ്ങളെ മോള് അക്ഷ. ഹായ്, SSLC കിട്ടിയാ? SSLC പഠിക്കാൻ പോയി കിട്ടിയാ? ഹായ്, എന്താണ്? അപ്പൊ 2.5 ഇല ഒന്നേ മേടിച്ചോളൂ. അല്ല, നമുക്ക് മേടിക്കേ 2.5 പറഞ്ഞല്ലോ ഏട്ടൻ. സച്ചു അടിക്കല്ലേ, അങ്ങനെ തല്ലുള്ളല്ലോ ഏട്ടാ. ചിന്നുന്റെ വീട്ടിയൊക്കെ ഞാൻ കണ്ട്. വേണ്ട റിച്ചോ, അല്ല ഒരേ ഇലവണി വേണം അവരോട്. ഓരോ ഇലവണി വേണം. അബിയ, എന്താ കിച്ചന്റെ ഒക്കെ അവസ്ഥ എന്താ? മാഷാഅല്ലാ, ചോറൊക്കെ റെഡിയായി. ചോറൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. പപ്പടം കുറെ പൊരിച്ചുണ്ടോ? പപ്പടത്തിനത് അബി, പപ്പടത്തിന് ടിന്നൊക്കെ അവിടെ വെച്ചോ. എപ്പോഴും വെച്ചോ? രണ്ടെണ്ണോ? രണ്ടെണ്ണോ? മാഷാഅല്ലാ. ചിക്കൻ ഗൈസ്, ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കട്ടോ. പിന്നെ കറി ഐറ്റംസുകളൊക്കെ ഉണ്ട്. പിന്നെ ചോറ് റെഡി. അപ്പൊ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 മണി കഴിഞ്ഞു അല്ലേ? ചിന്നു ഷാനു തല്ലൂടാൻ പാടല്ലേ? ഇത് പിന്നെ ഞങ്ങള് ചെറുപ്പത്തിലുള്ള 4 ഏട്ടന്മാരെ ഫോട്ടോസ് ഉണ്ട്. അപ്പൊ കണ്ട ചിരി വരും. ഇതേ നമ്മളെ അനിയൻ ആളൊരു പൊളിറ്റീഷ്യനാണ്. ഇതേ നമ്മളെ മരിച്ചുപോയ MS സാർ, ആളെ ചങ്കായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓർമ്മകള്. നിസാമേ, എന്താണ് ഓർമ്മകളെ കുറിച്ച് പറയല്ലേ? ആരെ കുറിച്ച്? എന്താ പറയുക പാർട്ടിനെ കുറിച്ചില്ലേ, ഫുഡിനെ കുറിച്ചിട്ടൊക്കെ? പാർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പൊ എല്ലാരും നാട്ടിലൊരു സമയമാണ്. അപ്പൊ എല്ലാ വർഷങ്ങളും ആരെങ്കിലും ഒരാളുണ്ടാവും, അല്ലെങ്കിൽ ഒരാളുണ്ടാവില്ല. ഇന്ന് എല്ലാരെയും ഒരുമിച്ച് ഒത്തുകൂടി എല്ലാവരും ഉള്ളൊരു സമയമാണ്. വളരെ സന്തോഷം. വളരെ ചുരുക്ക സമയങ്ങളിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു മുഹൂർത്തങ്ങൾ നമുക്ക് കിട്ടുന്നുള്ളൂ. തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷം. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ? അടിച്ചു പൊളിക്കാന്ന്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് ഇന്നത്തെ പരിപാടി. ഗൾഫേര് 3 ആൾ ഒരുമിച്ച് അങ്ങനെ കിട്ടാറില്ല. അപ്പൊ ഗൈസ്, ബാക്കി വീഡിയോ പിന്നെ പറയാം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം.